ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ 3 മാർക്സിന് വാട്ട് ഈസ് BOP അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് BOP എന്താണ്. ഇനി അത് അതിൻ്റെ ആ ഫോം BOP എന്ന് കാണുമ്പോൾ എന്താണെന്ന് അറിയാതിരിക്കരുത്, ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. പേരും തന്നെ അറിയാലോ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. നമ്മൾ എവിടേക്കോ കടം വാങ്ങിയത് കൊടുക്കാനുണ്ട്, ആ ബാലൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലിയറായി മനസ്സിലായല്ലോ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ഓൾ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ എ കൺട്രി ആൻഡ് അതർ കൺട്രീസ് ഫോർ എ ഗിവൺ പീരീഡ്. സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ രാജ്യവും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കൽ വാങ്ങലുകൾ നടന്നത് എന്നുള്ളതിൻ്റെ സമ്മറി, അതിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു ഫോമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ട്രാൻസാക്ഷനാണ് മറ്റുള്ള രാജ്യങ്ങളുമായി നമ്മൾ നടത്തിയ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അതിൽ കാണിക്കും. മെയ്ഡ് കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. നമ്മുടെ രാജ്യവും മറ്റുള്ള രാജ്യങ്ങളും തമ്മിൽ ഏതൊക്കെ തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു വർഷക്കാലത്തിനുള്ളിൽ അതിൻ്റെ എല്ലാ ബ്രീഫായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഹൗ മണി ഫ്ലോസ് ഇൻ, നമ്മുടെ രാജ്യത്തേക്ക് എങ്ങനെയൊക്കെ പണം ഇങ്ങോട്ട് വന്നു, എങ്ങനെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പണം പോയിട്ടുണ്ട്, ഇമ്പോർട്ടും എക്സ്പോർട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ലോണുകളായിട്ടും മറ്റുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആയിട്ടൊക്കെ ഈ പോയതിൻ്റെയും വന്നതിൻ്റെയും ഒക്കെ മറ്റുള്ള രാജ്യങ്ങളായിട്ട് എല്ലാ ഇടപാടും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയതൊക്കെ ഇരുന്ന് പഠിക്കുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്ന് വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡാണ് ദാറ്റ് ഓൾ മണി കമ്മിങ് ഇൻ ടു ആൻഡ് ഗോയിങ് ഔട്ട് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തു നിന്ന് എവിടെ നിന്നൊക്കെ പൈസ വന്നിട്ടുണ്ട്, എവിടേക്കൊക്കെ പോയിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്ന ഫിനാൻഷ്യൽ റെക്കോർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ രാജ്യവും മറ്റുള്ള രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള രൂപം നമുക്ക് മനസ്സിലാക്കാൻ BOP എന്ന് കിട്ടും. ആൻഡ് BOPയിലൂടെ കാണിക്കുന്ന എന്താണ്? ഫ്ലോ കൺട്രീസ് റവന്യൂ ഫ്രം അതർ കൺട്രീസ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വരുമാനത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് വന്നത് എന്താ, നമ്മൾ എന്തൊക്കെ മറ്റുള്ള രാജ്യങ്ങൾക്ക് പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അറിയാൻ പറ്റുക. ഒരു കൺട്രി ഏർണിംഗ് മണി ഓർ മോർ മണി ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ദാൻ സ്പെൻഡിങ് ഓർ ബോറോയിങ്. അതേപോലെ തന്നെ അതിൻ്റെ ചിലവിനേക്കാൾ എത്ര പേർക്ക് വരുമാനം നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ഇപ്പം ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. ആ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ 2-3 സെൻറ്റൻസുകൾ എഴുതുക. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയതെല്ലാം BOPനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു 3 സെൻറ്റൻസ് എടുത്ത് എഴുതുക. ഇനി നമുക്ക് അറിയേണ്ടത് ഈ BOP എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ടാന്ന് മനസ്സിലായില്ലേ, വന്നതിൻ്റെയും പോയതിൻ്റെയൊക്കെ അക്കൗണ്ടാന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഓടി വരിക? 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലേ? അതേപോലെ തന്നെ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലും 3 ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളുടെ പേരാണ് എന്താണ്? കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. ഈ 3 അക്കൗണ്ട് ചേരുന്നതാണ് എന്ത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ഓരോ അക്കൗണ്ട് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ഈ കറണ്ട് അക്കൗണ്ട് പറഞ്ഞാൽ? കറണ്ട് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും നമ്മുടെ രാജ്യവും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഗുഡ്സും സർവീസുകളൊക്കെ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇറക്കുമതിയോ കയറ്റുമതിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവുക. പക്ഷേ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ കറണ്ട് നേച്ചറിലുള്ളത് മാത്രമാണ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിനെ നമുക്ക് ഏതുമായിട്ട് സാമ്യപ്പെടുത്താം? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടായിട്ട് കണക്കാക്കുക വെറുതെ. ഫസ്റ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടാണ്. അത് 2 സൈഡും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് അത് ബാലൻസ് ചെയ്യാറുണ്ടല്ലോ. ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവുമായിരിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് എന്തുണ്ടാവാറുണ്ട്? സർപ്ലസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഡെഫിസിറ്റും ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ കൂടി നിൽക്കുകയാണെങ്കിൽ സർപ്ലസും, ഒരു സൈഡ് കുറഞ്ഞ് നിൽക്കുകയെന്ന് വെച്ചാൽ ഡെഫിസിറ്റും ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവുക? ഒരു രാജ്യത്ത് മറ്റുള്ള രാജ്യങ്ങളുമായി നടന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഇമ്പോർട്ടും എക്സ്പോർട്ടും പറഞ്ഞു അല്ലേ. ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്താണെന്ന് അറിയാലോ? കയറ്റുമതി ഇറക്കുമതിയാണ്. ഇൻകം ഉണ്ടാവും. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങൾ, സാലറി, വേജ്, ഡിവിഡൻഡ് ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ. അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതെല്ലാം കാണിക്കുന്നതാണ് ഈ ഒരു സെക്ഷനിൽ. പിന്നെ പറയുന്നത് കറണ്ട് ട്രാൻസ്ഫേഴ്സ്. ചിലപ്പോൾ പണമൊക്കെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്താണ് റെമിറ്റ് ചെയ്തിട്ടുണ്ടാവും, അടച്ചിട്ടുണ്ടാവും പൈസയൊക്കെ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് യുദ്ധം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി പണം കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്ന് പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഫാമിലീനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പണം ചിലവാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ കറണ്ട് അക്കൗണ്ട് പറഞ്ഞാൽ ഓർമ്മ വരേണ്ടത് മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഇറക്കുമതി പണം വന്നത് പോയത് അതിൻ്റെ അധികം വരികയാണെന്ന് വെച്ചാൽ സർപ്ലസും കുറവാണെന്ന് വെച്ചാൽ ഡെഫിസിറ്റും ഒക്കെയാണ് ഉണ്ടാവുക.
രണ്ടാമത്തെ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക, മറ്റവിടെ കറണ്ട് ട്രാൻസാക്ഷനാണ്. അപ്പോൾ എന്താ ഈ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ പറഞ്ഞാൽ, ആ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ തന്നെ ഷോർട്ട് ടേം ഉള്ളതും ഉണ്ടാവും, ലോങ് ടേം ഉള്ളതും ഉണ്ടായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ നമ്മുടെ രാജ്യത്തേക്ക് വന്നത് എങ്ങനെയൊക്കെയാണ്? കടം വാങ്ങിയിട്ട് വന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിറ്റപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പണമായിട്ട് വന്നതാണോ, ബൈ ഫോറിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം ഏത് രൂപത്തിൽ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയാൽ മതി. ഇവിടെ പ്രധാനമായിട്ടും ക്യാപിറ്റലിൻ്റെ ഇൻഫ്ലോ ആണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിക്രീസ് ഇൻ ദ കൺട്രീസ് ഹോൾഡിംഗ് ഓഫ് ഫോറിൻ അസറ്റൊക്കെ നമ്മുടെ കൈവശം വെക്കുന്നതൊക്കെ കുറഞ്ഞു തുടങ്ങും. ആൻഡ് നമ്മുടെ ഫോറിനേഴ്സിനോടുള്ള ലയബിലിറ്റി അവിടെ കൂടുകയും ചെയ്യും. കാരണം അവിടുത്തെ കുറേ സാധനം അങ്ങോട്ട് വന്നിരിക്കുന്നല്ലേ, അപ്പോൾ ബാധ്യതകൾ നമുക്കവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് ഇങ്ങനെ ഓർത്താൽ മതി, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് വിദേശ രാജ്യങ്ങൾ നമ്മുടെ കൺട്രിയിലെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടുത്തെ ആളുകൾ നമ്മുടെ രാജ്യത്തെ ബിസിനസ്സിൻ്റെയൊക്കെ ഷെയറുകൾ വാങ്ങുക, ബോണ്ടുകൾ വാങ്ങുക, അസറ്റുകൾ വാങ്ങുക. അപ്പോൾ വരുന്നതാണ് FPI എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്റ്റായിട്ട് വന്നിട്ട് അസറ്റിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇത് വരുന്നത്. പിന്നെ ലോണും ബോറോയിങ്സും ഒക്കെ ഉണ്ടാവും. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ചേഞ്ചുകൾ ഉണ്ടാവാം. ഇതൊക്കെ കാണിക്കുന്ന അക്കൗണ്ടാണ് എന്ത്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കഴിഞ്ഞു. ഇനി ഒരു അക്കൗണ്ടും കൂടി ഉള്ളതാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൽ കുറേ മിസ്റ്റേക്ക്, സം കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ഒക്കെ, സർപ്ലസും ഡെഫിസിറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ എന്താവും, ഈ നേരത്തെ പറഞ്ഞ രണ്ട് അക്കൗണ്ടിൽ വല്ല തിരുത്തലുകളും പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് കുറേ മിസ്റ്റേക്കുകൾ അതിൽ വരാം. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അധികം കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ട് നമ്മുടെ കടങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വരുന്നതാണ് എന്ത്, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടാവുക. നമ്മുടെ മൊത്തത്തിൽ ആ ഒരു വർഷം നടന്ന ട്രാൻസാക്ഷനൊക്കെ ഓവറോൾ ആയിട്ടുള്ള പോരായ്മകളോ സർപ്ലസുകളോ ഒക്കെ കാണിക്കുന്നതാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് എന്ന് ക്ലിയർ ആയില്ലേ? അതിൽ എന്താണ് അതെന്ന് പഠിക്കുക, 3 അക്കൗണ്ടുകൾ പഠിക്കുക, ആ 3 അക്കൗണ്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്തായിരിക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഹെൽത്ത് അല്ലേ, സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നൊക്കെ ഇത് നോക്കി അറിയാൻ പറ്റും. ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ, നമ്മുടെ കറൻസിയുടെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂവിനെയൊക്കെ BOP അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ പല ഡെസിഷനും എടുക്കുന്നത് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഗവൺമെൻറ് പല ഡെസിഷനും പുതിയ എക്കണോമിക് പോളിസികളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ്, നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് എങ്ങനെയൊക്കെയാണ് പണം വാങ്ങിയിരിക്കുന്നതും കൊടുത്തിരിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആ ബന്ധം എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ഇവിടെ ഒരു 4 ഡിഫറൻസ് പറയുന്നുണ്ട്, BOP തമ്മിലും BOT തമ്മിലും. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും. അതായത് ഞാനിവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം ഈ പോയിന്റിൻ്റെ എക്സ്പാൻഷൻ മാത്രമാണ് ഈ കാണുന്ന വരികളെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. BOP എന്ന് പറഞ്ഞാൽ ബ്രോഡർ കൺസെപ്റ്റാണ്. അപ്പോൾ ബ്രോഡ് പറഞ്ഞാൽ വലിയൊരു കൺസെപ്റ്റ് അല്ലേ. ആ വലിപ്പം എവിടെ നിന്നാണ് ഉണ്ടാവുക, നമ്മളിപ്പം പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ, ആ 3 അക്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത്രയും വലുതാവുന്നത്. പക്ഷേ BOT എന്ന് പറഞ്ഞാൽ എന്താ, ഈ BOPയുടെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് BOT എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അതിലാകെ നോക്കുന്നത് എക്സ്പോർട്ടും ഇമ്പോർട്ടും മാത്രമാണ്. ബാക്കി എല്ലാ കാര്യവും വരുന്നത് എവിടെ, BOPയിലാണ്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് മനസ്സിലാവും, ഒന്ന് ബ്രോഡറാണ്, ഒന്ന് പാർട്ടാണ്. ഇനി 2 കോമ്പോണൻ്റ് ആണ് BOPയിലുള്ളത്, അതായത് കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അതേസമയം BOTയിൽ എന്താ പറഞ്ഞത്, എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ് ഉള്ളത്. BOP പറയുമ്പം നമ്മുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ എല്ലാ കാര്യവും, നമ്മുടെ രാജ്യവും അതല്ലാത്ത മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും BOPയിൽ അറിയാൻ പറ്റും. പക്ഷേ BOTയിൽ എന്ത് മാത്രം ഫോക്കസ് ചെയ്യുള്ളൂ, വെറുതെ ഉള്ള ഒരു ട്രേഡ് ഇൻ ഫിസിക്കൽ ഗുഡ്സിലുള്ള ട്രേഡ് മാത്രമാണ് കാണിക്കുള്ളൂ. അല്ലാണ്ട് സർവീസ് മേഖലയൊന്നും അതിൽ വരില്ല. ടൂറിസം, ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ കൺസിഡർ ചെയ്യില്ല. പിന്നെ ഒരു രാജ്യത്തിൻ്റെ BOP ചെയ്യുന്ന സമയത്ത് അതിൽ സർപ്ലസ് അധികമോ കുറവോ ഉണ്ടാവും. അതിനെ പേരാണ് സർപ്ലസും ഡെഫിസിറ്റും. പക്ഷേ BOT ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന ഡിഫറൻസിന്, സർപ്ലസിനെ പറയുന്ന പേരെന്താണ്, പോസിറ്റീവ് എന്നുള്ളതും കുറവിനെ പറയുന്ന പേര് നെഗറ്റീവ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും മെയിൻ പോയിന്റുകൾ വെച്ചിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്.
എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അത് പഠിക്കുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആ 3 കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടും അതിലെന്തൊക്കെ കാര്യങ്ങൾ പറയണതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൻ്റെ പ്രാധാന്യം എന്താ, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അറിയാൻ വേണ്ടിയിട്ടും കറൻസി വാല്യൂ അറിയാനും ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുന്നതും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പും അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് BOP നോക്കിയാൽ മതി. പിന്നെ BOPയും BOTയും തമ്മിലുള്ള ഒരു 4 ഡിഫറൻസ്, ഒന്ന് ബ്രോഡറാണ്, ഒന്ന് പാർട്ടാണ്. ഒന്നിൽ 2 കോമ്പോണൻ്റ് ഉണ്ട്, മറ്റേതിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാത്രം. ഒന്ന് ഫുൾ പിക്ചർ തരും, മറ്റേത് അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ എല്ലാ റിലേഷൻ്റെയും ഫുൾ പിക്ചർ തരും. മറ്റേത് ഫിസിക്കൽ ഗുഡ്സ് മാത്രം ഡീറ്റെയിൽസ് തരുള്ളൂ. BOPയിൽ സർപ്ലസും ഡെഫിസിറ്റും ഉണ്ട്, BOTയിൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടാണ് പറയുക. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് പറയുന്നത് അതെങ്കിലും നിങ്ങളുടെ മൈൻഡിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.